സെന്റർ ഫോർ സൗത്ത് ഇന്ത്യൻ സ്റ്റഡീസിന്റെ ഡയറക്ടർ സന്ദീപ് ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുകയാണ്. ശ്രീ സന്ദീപ്, ഇന്നിപ്പോൾ ഈ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ഏതാണ്ട് 6 വർഷങ്ങൾക്ക് മുമ്പ് ഈ സമയത്താണ് പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർണായകമായൊരു പ്രഖ്യാപനം നടത്തിയത്. അത് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരം മരവിപ്പിക്കുന്നുവെന്ന സുപ്രധാനമായ പ്രഖ്യാപനമായിരുന്നു. 6 വർഷങ്ങൾക്കിപ്പുറം ഒരു നയ കശ്മീർ രൂപപ്പെട്ടിരിക്കുന്നു. ജമ്മു കാശ്മീരിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള മാറ്റം നമ്മൾ 6 വർഷമായി കാണുകയാണ്. പക്ഷേ ഇപ്പോഴും ചില ആളുകളുടെ മൈൻഡ് സെറ്റ് അവിടെ മാറുന്നില്ല. അത് മറ്റാരുമല്ല, ജമ്മു കാശ്മീരിൽ മുൻപ് അധികാരത്തിലിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും അധികാരത്തിൽ തുടരുന്ന 2 പ്രബല കുടുംബങ്ങളിലെ ഒന്നായ അബ്ദുള്ള കുടുംബം. അതിൽ ഫറൂഖ് അബ്ദുള്ള ഇപ്പോൾ പറയുന്നത് ഭാരതം അടിയന്തരമായി ചൈനയുമായും പാകിസ്ഥാനുമായി ചർച്ച നടത്തണം. അങ്ങനത്തെ ചർച്ചകളിലൂടെ മാത്രമേ ജമ്മു കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നാണ് ഫറൂഖ് അബ്ദുള്ളയുടെ പ്രസ്താവന. എങ്ങനെ നോക്കിക്കാണുന്നു സന്ദീപ്? ഒന്ന്, അദ്ദേഹം പറഞ്ഞത് നല്ലതാണ്, നല്ലൊരു കാര്യമാണ്. കാരണം പാകിസ്ഥാനും ചൈനയുമാണ് ജമ്മു കാശ്മീരിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിച്ചല്ലോ. അപ്പോ ഇവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവർക്ക് ആയുധം കൊടുത്ത് അവർക്ക് പരിശീലനം കൊടുത്ത് ജമ്മു കാശ്മീരിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഈ പറയുന്ന പാകിസ്ഥാനും ചൈനയും ചേർന്നിട്ടുള്ള ഒരു നെക്സസ് ആണ് എന്ന് പറയാതെ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ കാര്യത്തിൽ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷേ ഈ അബ്ദുള്ളമാര് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 80 വർഷത്തിലധികമായിട്ട് അബ്ദുള്ളമാര് കാശ്മീരിൽ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു തന്ത്രമുണ്ട്. അവരുടെ അധികാരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് അധികാരം നേടുന്നതിന് വേണ്ടിയിട്ട് പാവപ്പെട്ട ജനങ്ങളെ, പാവപ്പെട്ട ആളുകളെ മതത്തിന്റെയും മറ്റ് പലതിന്റെയും പേരിൽ ആയുധമെടുപ്പിക്കുകയും കൊല്ലുകയും ചോര വീഴ്ത്തുകയൊക്കെ ചെയ്തുകൊണ്ട് അവർ നടത്തുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അത് അബ്ദുള്ള കുടുംബത്തിന്റെ പിന്നെ അധികാരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് അധികാരത്തിലേക്കുള്ള വഴി തെളിക്കുന്നതിന് വേണ്ടിയിട്ടും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണം നമ്മളിതിനെ കാണാൻ വേണ്ടിയിട്ട്. ഇത് കുറുക്കന്റെ ഒരു സ്വഭാവത്തോടു കൂടിയിട്ടാണ് അബ്ദുള്ളമാരി രാഷ്ട്രീയം കഴിഞ്ഞ 80 വർഷത്തിലധികമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണം ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും ഒരു ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇന്ത്യയുടെ ഒരു പരമാധികാര രാഷ്ട്രമായിട്ടുള്ള, ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ജമ്മു ആൻഡ് കാശ്മീർ, അല്ലെങ്കിൽ ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശം എന്നുള്ള നിലയ്ക്ക് അവിഭാജ്യ ഘടകമായിട്ടുള്ള ഒരു ഇതാണ്. ആ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ചർച്ചയുടെയും ആവശ്യമില്ല. അവിടെ ഭീകരവാദികൾ വരുവാണെങ്കിൽ അവർക്ക് മറുപടി കൊടുക്കുന്നത് തോക്കിന്റെ കുഴലുകളായിരിക്കും. ആ രീതിയിലുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ എടുത്തിട്ട് മുന്നോട്ട് പോകുന്നത്. അവിടെ ചർച്ച വേണ്ടത് POKയെ പറ്റിയാണ്. ജമ്മു കാശ്മീരിനെ കുറിച്ച് യാതൊരു ചർച്ചയുടെയും ആവശ്യമില്ല. അത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ്. ഇന്ത്യക്ക് അത് നോക്കാൻ അറിയാം. അവിടെ ചർച്ച വേണ്ടത് പിന്നെ പാകിസ്ഥാനുമായിട്ട് ചർച്ച നടക്കേണ്ടത്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തേണ്ടത് POK എപ്പോഴാണ് വിട്ടു നൽകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ചൈനയുമായിട്ട് ചർച്ച, അല്ലെങ്കിൽ ചൈനയുമായിട്ടുള്ള ഇത് നടക്കേണ്ടത് അസ്കായ് ചിന്നെ പോലെയുള്ള പ്രദേശങ്ങൾ എപ്പോൾ ഇന്ത്യക്ക് വിട്ടുകിട്ടും എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനപ്പുറം ജമ്മു കാശ്മീരിനെ കുറിച്ചോ ലഡാക്കിനെ കുറിച്ചോ യാതൊരു തരത്തിലുള്ള ചർച്ചയുടെയും ആവശ്യമില്ല എന്നുള്ളതാണ് വസ്തുത. ആ സമയത്ത് പിന്നെ ഇപ്പോ ജമ്മു കാശ്മീരിൽ ഒരു പരിധിവരെ സമാധാനം നിലനിൽക്കുന്നു. ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ പിന്നെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്, ശക്തമായിട്ടുള്ള തിരിച്ചടികൾ ലഭിക്കുന്നത് മൂലം. എന്നാൽ പോലും അവർ വീണ്ടും ചില പ്രകോപനങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആർട്ടിക്കിൾ 370 പോലെയുള്ള കരി നിയമങ്ങൾ എടുത്തു കളഞ്ഞതിന്റെ ഭാഗമായിട്ട് പിന്നെ നമ്മളുടെ സുരക്ഷാ സേനകൾക്കും നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റിനും എല്ലാം വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ, ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് ദഹിക്കാത്തവര്, അവരുടെ അധികാരം പല രീതിയിലും പരിമിതപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ആ അധികാരം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ചോര ഒഴുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിയണം. ഈ കുറുക്കന്മാരെ, ചോര കുടിക്കുന്ന കുറുക്കന്മാരെ ജനങ്ങൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.